ഔപചാരികമായി നമ്മുടെ സുവോളജിക്കൽ പാർക്ക് ഫെബ്രുവരി 28-ന് തുറന്ന് പൊതുജനങ്ങളുടെ പ്രവേശനത്തിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് എന്നുള്ള വിവരം ഉന്നതതല സമിതിക്ക് ശേഷം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യോഗത്തിലേക്ക് കടന്നത്. തൃശ്ശൂർ മൃഗശാലയിലെ 330 മൃഗങ്ങളെ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റുകയുണ്ടായി. 10 ഇനം മയിലുൾപ്പെടെയുള്ള പക്ഷികൾ, 3 തരം മാനുകൾ, കാട്ടുപോത്ത്, സിംഹവാലൻ കരിങ്കുരങ്ങന്മാർ, കടുവ, പുലി, സിംഹം, റിയ പക്ഷി, ഒട്ടകപ്പക്ഷി, യമു, കുറുക്കൻ, 2 തരം ചീങ്കണ്ണി, ഗരിയാൽ വിഭാഗത്തിൽപ്പെടുന്നതും മഗർ വിഭാഗത്തിൽപ്പെടുന്നതും, 2 ഇനം വിദേശ പക്ഷികൾ, കരടി, മലയണ്ണാൻ. ഇത്രയും ഇനങ്ങളാണ് ഇവിടെ നിന്ന് മാത്രമല്ല തിരുവനന്തപുരത്തെ മൃഗശാലയിൽ നിന്നുൾപ്പെടെയുള്ള ഈ ഇനങ്ങളാണിപ്പോൾ നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വിദേശത്തെ മൃഗങ്ങളെ കൊണ്ടുവരാനുള്ള ആകെ ചെലവിൽ അഡ്വാൻസായി 4 കോടി നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. സീബ്ര, ആഫ്രിക്കൻ മാൻ, അനാക്കോണ്ട, ജിറാഫ് ഉൾപ്പെടെ 6 ഇനം വിദേശ മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ധാരണ ടെൻഡർ ഉണ്ടാക്കി L1 ബിഡർക്ക് 4 കോടി രൂപ അവരുടെ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ കൂടി സാധ്യതകളും സാഹചര്യങ്ങളും മൃഗങ്ങളെ മാറ്റുന്നതിനുള്ള സൗകര്യങ്ങളും എടുത്തുകൊണ്ടായിരിക്കും മാറ്റി തുടങ്ങുക. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും തൽക്കാലം പൂർത്തിയായിട്ടുണ്ട്. KSRTCയുടെ 2 ഇലക്ട്രിക്കൽ ബസ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ ബസ്സുകളുടെ ചാർജിങ് സ്റ്റേഷൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തോടെ മറ്റന്നാൾ രാവിലെയോടെ അവിടെ ഈ ബസ്സുകൾ ഇവിടെ എത്തും. ചാർജിങ് കഴിഞ്ഞ് 27-ന് പ്രവർത്തന സജ്ജമാകുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഒരു കഫറ്റേരിയയും 4 ഫുഡ് കിയോസ്കുകളുമാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഭക്ഷണം ആ വിധത്തിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടോയ്ലറ്റ് ബ്ലോക്ക് പൂർണ്ണമായിട്ടും സജ്ജമായി ആ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചു. ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക ഒരു സൊസൈറ്റി ആയിരിക്കും. സൊസൈറ്റി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഗവേണിംഗ് ബോഡിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അഡ്വൈസറി കമ്മിറ്റിയും കൂടിയുള്ള ഒരു സൊസൈറ്റിയുടെ രൂപകൽപ്പനയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അഡ്വൈസറി കമ്മിറ്റി ജനപ്രതിനിധികൾക്ക് കൂടി പ്രാതിനിധ്യം ഉള്ളതായിരിക്കും. അവരുടെ കൂടി വിവരങ്ങൾ അറിയാൻ കഴിയുന്നതായിരിക്കും. അഡ്വൈസറി കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഗവേണിംഗ് ബോഡിയുമുള്ള ഈ സൊസൈറ്റി ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പുള്ള കമ്മിറ്റി ആയിരിക്കില്ല. അത് സ്വാഭാവികമായിട്ടും മന്ത്രി അധ്യക്ഷനായി ആരാണോ പോസ്റ്റുകളിലിരിക്കുന്നത് ആ പോസ്റ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടായിരിക്കും ആ സൊസൈറ്റിയുടെ രൂപകൽപ്പന. അതുകൊണ്ട് തന്നെ ആ സൊസൈറ്റി പൂർണ്ണമായിട്ടും ഇവിടെ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കാവുന്ന വിധത്തിലാണ് നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഹൈപ്പവർ കമ്മിറ്റി കൂടി ടിക്കറ്റ് നിരക്ക്